നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖ മേനോൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്നലെ ഞാൻ കാണിച്ചു തന്ന മറ്റേ ടിപ്പാണ് കേട്ടോ. മുരിങ്ങയിലയും പിന്നെ ഹൈബിസ്കസിൻ്റെ പൂവും പിന്നെ ഒലിവ് ഓയിലും ഇത് മൂന്നും കൂടി ഇട്ടുള്ള ടിപ്സ് ഉണ്ടല്ലോ, അത് തേച്ചതാണ് കേട്ടോ മുടിയിൽ. തേച്ചിട്ട് വെറുതെ കഴുകി കളഞ്ഞതാണ് കേട്ടോ. ഇന്നലെ ഓവർനൈറ്റ് കേട്ടോ വെച്ചത്. അത് ഞാൻ പറഞ്ഞല്ലോ, മിക്കതും ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, കുഴപ്പമൊന്നുമില്ലാത്ത കാരണം കേട്ടോ. അപ്പോൾ പരിചയമില്ലാത്തവർ അങ്ങനെയൊന്നും ചെയ്യണ്ട. രാവിലെ തേച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി. ചിലപ്പോൾ നീർപ്പിടുത്തമൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടിട്ടാണ്. എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്ക് ഇന്നലത്തെ ലിങ്ക് അയച്ചു തരണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരുപാട് പേർക്ക് സംശയമുണ്ട് അത്. അപ്പോൾ ഞാൻ ഇത് ആദ്യം ഒരുപാട് ദിവസമായി ആ പാക്ക് ഇട്ടിട്ട്, അപ്പോൾ അത് എല്ലാവർക്കും കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പലർക്കും പല സംശയമുണ്ട്, വീണ്ടും ഒന്ന് കാണിക്കാമോ എന്നുകൂടി ചോദിച്ചു. അപ്പോൾ അത് പ്രകാരം നിങ്ങളുടെ എല്ലാം ആവശ്യപ്രകാരം ഞാൻ ഒന്നുകൂടി ആ പാക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്, കെമിക്കലായിട്ടുള്ള ഡൈ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത് കേട്ടോ. ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ആപത്തായിരിക്കും വരാൻ പോകുന്നത്. കാരണം ഇപ്പോൾ തന്നെ തലമുടി വെട്ടുന്നിടത്ത് പോകുമ്പോൾ അവർ തന്നെ പലരുടെയും തലയിൽ ഓരോ പാടുകൾ കണ്ടു തുടങ്ങി, ഫംഗസൊക്കെ പോലെ. അപ്പോൾ തന്നെ അതുപോലെ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു ലേഡിക്ക് ട്യൂമർ വന്നു തലയിൽ. അപ്പോൾ വേറെ ഒന്നും ഇല്ല. ഡോക്ടർമാർ ചോദിച്ചപ്പോൾ വർഷങ്ങളായി അവർ കെമിക്കൽ ഡൈ ഉപയോഗിച്ചിട്ടുണ്ട്, അപ്പോൾ ചിലപ്പോൾ ഇനി അതായിരിക്കാം റീസൺ എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പലർക്കും പേടിയുണ്ട് കേട്ടോ, ഇത് ക്യാൻസർ വരെ വരുത്തുന്നതാണെന്നുള്ള രീതിയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ വ്യത്യാസങ്ങൾ കണ്ടുവരുന്നുണ്ട് തലയിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്നവർക്ക്. പിന്നെ അതല്ലാതെ പ്രത്യക്ഷത്തിലല്ലാതെ കുറേ പ്രശ്നങ്ങൾ ചിലവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഇതും ഒന്നും അല്ലെങ്കിലും ചിലവർക്ക് അലർജി ഉണ്ടാകും, ചൊറിച്ചിലുണ്ടാകും, മുഖത്ത് പാടുകൾ വരും ഈ ഡൈ ചെയ്യുമ്പോൾ. അതുപോലെ മുഖം വരെ ഇങ്ങനെ ചുമന്ന് വരും ഹെയർ ഡൈ ഉപയോഗിക്കുന്നവർക്ക്. അപ്പോൾ അതിലെന്തായാലും കെമിക്കൽ ഉണ്ടാകും. അപ്പം നിങ്ങൾ ഇതെല്ലാം ഉപേക്ഷിക്കണം കേട്ടോ. നമ്മുടെ ഒന്നും പേടിക്കാൻ ആവശ്യമില്ല. ആയുർവേദ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 100% റിസൾട്ട് കിട്ടും. നമ്മളൊന്ന് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊന്ന് നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ടാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ മുടി ബ്ലാക്ക് ആക്കാം. അപ്പോൾ പലരും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പാക്ക് ചെയ്തു കൊടുക്കാനായിട്ട്. കുറച്ച് പേർക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട് പാക്ക് ചെയ്ത് തരാൻ പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇത് അല്ലാത്തവർക്ക് നമുക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവർക്കായിട്ട് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. കാരണം ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് 2 വർഷമായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ആയുർവേദ ഡൈ ആണ്, കെമിക്കൽ ഡൈ ആയിരുന്നു അതുവരെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ നമ്മുടെ 2 വർഷമായിട്ട് ഇതിപ്പോൾ ഞാൻ പറഞ്ഞു, ഗ്രേ കളർ അല്ലെങ്കിലും നരച്ച മുടി അല്ലെങ്കിലും നമുക്ക് തേക്കാം ഇത്. കാരണം ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മുടി വളർത്തുന്നത്, മുടിക്ക് ഹൈഡ്രേറ്റ് ആവുന്ന തരത്തിലുള്ളതൊക്കെയാണ്. അപ്പോൾ നമുക്ക് നരയ്ക്കാത്തവർക്കും ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനൊരു 6-7 വർഷത്തിൽ കൂടുതലായി ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഹെയർ ഡൈ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞല്ലോ, എൻ്റെ മുടി ഒരു ബ്രൗൺ ഷെയ്ഡായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രൗൺ ഷെയ്ഡായി കഴിഞ്ഞപ്പോൾ ഈ പാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. ഇത്രയും വർഷമായി ഞാനത് ഉപയോഗിക്കുന്നു. അപ്പോൾ എനിക്കും നല്ല റിസൾട്ട് ഉണ്ട്. കാരണം മുടി നന്നായിട്ട് വളരണമുണ്ട്, ആ ബ്രൗണൊക്കെ മാറി നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നരച്ചവർക്കും ഇത് തേച്ചുകൂടാം? അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നരച്ചവരും ഇതുപോലെ ഉപയോഗിക്കാം, അല്ലാത്തവർക്കും ഇതുപോലെ ഉപയോഗിക്കാം കേട്ടോ. കുട്ടികൾക്കും ഇതുപോലെ ഉപയോഗിക്കാം. യാതൊരു തരത്തിലുള്ള കെമിക്കലും ഇല്ലാത്ത സംഭവങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്ട്സ് ഒന്ന് ശ്രദ്ധിക്കാമെന്നേ ഉള്ളൂ. ഇപ്പോൾ നീലാംബരി പലതരത്തിലുണ്ട്. അപ്പോൾ ചിലവർ ചോദിച്ചു വീട്ടിൽ ഉള്ള ഇല അരച്ചാൽ ശരിയാവുമോ എന്ന്. അത് ശരിയാവില്ല. കാരണം ശരിയാവണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ്. ഞാൻ ഇതിൻ്റെ വിവരണം ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ നീലാംബരിയുടെ ഒരുപാട് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടൊക്കെയാണ് പൊടിയായിട്ട് വരുന്നത്.
കേട്ടോ. അപ്പോൾ വേണ്ട വണ്ണം നമുക്ക് നമ്മുടെ വീട്ടിലെ ഇലയാകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് അരയ്ക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടൂല കേട്ടോ. അപ്പോൾ അത് കാരണം പൊടി തന്നെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പൊടി വാങ്ങിക്കുമ്പോൾ പച്ച കളറോട് കൂടിയുള്ളത് വാങ്ങിക്കണം. പഴയതൊക്കെ ഒരു ചാര കളറായിട്ട് മാറും പഴകിയത്. അപ്പോൾ അത് റിസൾട്ട് കിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും ആമസോണിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്കത് ഒറിജിനലായിട്ട് കിട്ടും. അല്ലാത്തവർ കടകളിലൊക്കെ കിട്ടും നീലാംബരി, അതൊന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. സെക്കൻഡ് പാക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എന്ത് തന്നെയായാലും എല്ലാവരുടെയും മുടി കറുപ്പിച്ചിട്ടേ ഇരിക്കൂ എന്നുള്ള ഒരു എന്താ പറയുക, ഒരു സന്തോഷം കൂടി ഉണ്ട് എനിക്ക് കേട്ടോ. ഇത് ഉപയോഗിച്ചവർ പിന്നെ ഒരിക്കലും കെമിക്കലിലേക്ക് പോകില്ല കേട്ടോ. ഇത്രയും ലെങ്തി ആയിട്ടുള്ള മുടി ഞാൻ തേക്കുന്നുണ്ടല്ലേ. അപ്പോൾ മുടി അധികം ഇല്ലാത്തവർക്കും ഇത് ഈസി ആയിട്ട് തേക്കാൻ പറ്റും. അപ്പം നമുക്ക് കുറച്ച് ഇതിലേക്ക് നമ്മളൊരു ഡെഡിക്കേഷൻ ഉണ്ടാവണം. പിന്നെ കൂടാതെ ക്ഷമ ഉണ്ടാവണം. ഇത്ര മാത്രം മതി കേട്ടോ. നമുക്ക് നമ്മുടെ മുടി വളരെ ഭംഗിയോടുകൂടി കറുപ്പോട് ഒറിജിനൽ കറുപ്പ് കിട്ടും കേട്ടോ. നമുക്ക് നമ്മളുടെ ആ ഹെയറിൻ്റെതായിട്ടുള്ള നല്ല നാച്ചുറൽ ആയിട്ടുള്ള കറുപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ വീണ്ടും ഇടുന്നത് കേട്ടോ. എനിക്കതൊരു ബുദ്ധിമുട്ടില്ല. നിങ്ങളെ കാണിച്ചു തരാം, നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. നിങ്ങളതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ചോദിച്ചതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. എത്ര വേണമെങ്കിലും, ഞാനന്ന് പറഞ്ഞല്ലോ മുടിയുടെ കാര്യം, എത്ര വേണമെങ്കിലും പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. എത്ര സംശയം ചോദിച്ചാലും ഞാൻ പറഞ്ഞു തരും കേട്ടോ. കൂടുതലും ആൺകുട്ടികളാണ് ഇപ്പോൾ ഡൈയിനെ കുറിച്ച്, ഞാൻ അന്ന് മുടിയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, ആൺകുട്ടികൾക്ക് മുടി ഊരിപ്പോണു, കഷണ്ടി ആവണു, പേടി, മുടി നരയ്ക്കണു, ഇത്രയും പ്രശ്നങ്ങൾ. രാവിലെ എണീക്കുമ്പോൾ കുട്ടിയുടെ അമ്മ പറയാ, ഒരു രക്ഷയില്ല, രാവിലെ പോയ കണ്ണാടിയുടെ മുമ്പിലാണത്, അമ്മ എൻ്റെ മുടി കഷണ്ടിയായി, അമ്മ എൻ്റെ മുടി നരച്ചു, ഇതൊക്കെയാണ്. പിന്നെ ഡയറക്റ്റ് എന്നെ കാണുമ്പോഴും ചോദിക്കുന്നത് കൂടുതൽ ആൺകുട്ടികളാണ് കേട്ടോ. പെൺകുട്ടികൾ മടിച്ചിട്ടാണോ എന്നറിയില്ല, കൂടുതലും ചോദിക്കില്ല. അതേസമയം ആൺകുട്ടി അങ്ങനെയല്ല, ആൺകുട്ടികൾ നേരെ ചോദിക്കും. കുട്ടികൾ മാത്രമല്ല, ഒരുവിധ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കും. മുടി ഊരി പോണു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പാക്ക് അറിഞ്ഞിരിക്കുക, ഇത് ചെയ്യുക കേട്ടോ. ആരെങ്കിലുമൊക്കെ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നിരത്തി ഓർത്ത് മാറ്റണം കേട്ടോ. കാഴ്ചയ്ക്ക് വരെ പ്രശ്നം വരുന്നുണ്ട് ഇത് കേട്ടോ. അപ്പോൾ എന്നാണ് കേട്ടറിവ് കേട്ടോ. ഓരോരുത്തരുടെ അനുഭവം പറയുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ചിലവർക്ക് അറിയില്ലായിരിക്കാം, എന്തിൻ്റെ സൈഡ് എഫക്റ്റ് ആണെന്ന് കൂടി അറിയുണ്ടാവില്ല. പിന്നീടായിരിക്കുള്ളൂ പറയുന്നത് ഇതൊക്കെ കൊണ്ടിട്ടായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ തലമുടിയിലുള്ള ഓയിലൊക്കെ കളയണം കേട്ടോ. എണ്ണമെഴുക്കൊക്കെ തലയിലുണ്ടെങ്കിൽ ആദ്യം ഇത് ചെയ്യുന്നതിന് മുമ്പ് എണ്ണമെഴുക്ക് കളയുക. എണ്ണമെഴുക്ക് എങ്ങനെ കളയും? നമ്മളത് ഷാമ്പു സോപ്പ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുള്ള ആയുർവേദ പൊടികളുണ്ട്, ഒന്നില്ലെങ്കിൽ നെല്ലിക്കപ്പൊടി, അല്ലെങ്കിൽ ഇരട്ടി മധുരം, അല്ലെങ്കിൽ ചീവിക്കപ്പൊടി, ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു പേസ്റ്റ് പോലെ വെറുതെ വെള്ളത്തിൽ കലക്കിയിട്ട്, അല്ലെങ്കിൽ ബാത്ത് പൗഡർ കിട്ടും കേട്ടോ, അത് പേസ്റ്റ് ആക്കിയിട്ട് തലയിൽ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണമെഴുക്കൊക്കെ പോകും. എണ്ണമെഴുക്ക് പോയി. ഇപ്പോൾ തലേ ദിവസം വേണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ മെഴുക്ക് കളഞ്ഞോളൂ കേട്ടോ. തലേ ദിവസം മെഴുക്ക് കളഞ്ഞ് ഫ്രഷ് ആയിട്ട് വയ്ക്കാം. പിറ്റേ ദിവസം നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമ്മൾ കട്ടൻ ചായ എടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യം, ഓരോരുത്തർക്കും എന്തോരം വേണം അത്ര എടുക്കാനുള്ളത് കേട്ടോ. ഇപ്പോൾ കൂടുതൽ മുടിയുള്ളവർ അത്ര എടുക്കാം. ഇപ്പോൾ 1.5-2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 3 സ്പൂൺ തേയിലപ്പൊടി ഇട്ട് തിളപ്പിച്ച് വയ്ക്കാം, കട്ടൻ ചായ കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് നെല്ലിക്കപ്പൊടി ഇടാം. ആദ്യം നെല്ലിക്കപ്പൊടി ഇടാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നെല്ലിക്കപ്പൊടിയുടെ കൂടുതലായിരിക്കണം കേട്ടോ. നെല്ലിക്കപ്പൊടി എത്രയാണോ ഇടുന്നത് അതിൽ കൂടുതൽ വേണം നമ്മൾ മൈലാഞ്ചിപ്പൊടി ഇടാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഈ ഫസ്റ്റ് പാക്ക് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ, നരച്ചവരാണെങ്കിൽ അവരുടെ മുടി ഈ ഫസ്റ്റ് പാക്ക് കഴിയുമ്പോൾ ബ്രൗൺ കളർ കിട്ടും. അപ്പോൾ ഈ സെക്കൻഡ് പാക്ക് എന്ന് പറയുന്നത് ഇൻഡിഗോ പൗഡറാണ്, നീലാമരിയാണ്. അപ്പോൾ അത് നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് സെക്കൻഡ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, ഇൻഡിഗോ പൗഡർ അറിയാലോ വയലറ്റ് ആണ്. അപ്പോൾ ഈ ബ്രൗൺ ആയ മുടിയിൽ ഈ വയലറ്റ് കയറി പിടിക്കുമ്പോഴാണ് മുടി ബ്ലാക്ക് ആവുന്നത് കേട്ടോ. അപ്പോൾ ചിലവർ നീലാംബരി മാത്രം പറ്റുന്നവരുണ്ടാവാം. റിസൾട്ട് എത്രമാത്രം കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് കൂടിയാകുമ്പോൾ ഇങ്ങനെയാണ് ശരിക്കും അതിൻ്റെ ഇത്. ഈ ബ്രൗൺ മുടിയിൽ വയലറ്റ് കയറി കളറ് പിടിക്കുമ്പോഴാണ് നമുക്ക് ബ്ലാക്ക് ആയി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ കൂടുതലും ബ്രൗൺ കിട്ടാൻ പാകത്തിന് നമ്മൾ മൈലാഞ്ചി കൂട്ടിയെടുക്കുക
കേട്ടോ. ഇതിപ്പോ നെല്ലിക്കപ്പൊടിയാണ് കേട്ടോ. നെല്ലിക്കപ്പൊടി നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഇപ്പോൾ മുടിയുടെ ഇപ്പോൾ 2 സ്പൂൺ ആണെങ്കിൽ നെല്ലിക്കപ്പൊടി 3 സ്പൂൺ ആക്കാം. അങ്ങനെ കൂട്ടി കൂട്ടി എടുക്കാം കേട്ടോ. അപ്പോൾ മുടിയുടെ വലിപ്പം നീളമൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ, ഇതിനകത്തേക്ക് ഞാൻ ഇടാൻ പോവാണ്, കാണിച്ചു തരാനാണ് കേട്ടോ. നെല്ലിക്കപ്പൊടി ഒരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. 3 സ്പൂൺ ഇട്ടു. അപ്പം നമുക്ക് ഇത് മൈലാഞ്ചിപ്പൊടിയാണ് കേട്ടോ. മൈലാഞ്ചിപ്പൊടി ഇതുപോലെ 4 സ്പൂൺ ഇടാം. 3 സ്പൂണാണ് നെല്ലിക്കപ്പൊടി ഇട്ടത്. അപ്പോൾ 1 സ്പൂൺ കൂടുതൽ നമുക്ക് മൈലാഞ്ചിപ്പൊടി എടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ളത് വേണം കേട്ടോ ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നത് കളർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, സ്റ്റേബിളായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും. പിന്നെ വേറെ ഗുണം എന്താണെന്ന് വെച്ചാൽ താരനൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് കേട്ടോ ഈ നെല്ലിക്ക പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ. ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ നെല്ലിക്ക ഈ നാരങ്ങ കേട്ടോ, നാരങ്ങയുടെ പകുതി ചേർക്കാം. അപ്പോൾ ഇത് ചേർക്കുന്നത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കലക്കിയിട്ട് നമ്മൾ പേസ്റ്റാക്കി തലയിൽ തേച്ചിട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നേരം നമുക്കൊരു ചൊറിച്ചിലുണ്ടാവും കേട്ടോ. അതായത് താരനോ പേനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്നതോടുകൂടി ചൊറിച്ചിൽ അനുഭവപ്പെടും. അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അത് വേണ്ടാന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. നാരങ്ങ അവോയ്ഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഈ മൈലാഞ്ചിപ്പൊടിയും നെല്ലിക്കപ്പൊടിയും അതുപോലെ ഈ നാരങ്ങയും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നാരങ്ങ ഓപ്ഷണലാണ്, വേണ്ടവർ ചെയ്താൽ മതി കേട്ടോ. ചിലപ്പോൾ ഇത് കഴുകി കഴിയുമ്പോൾ കുറച്ച് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. ചൊറിച്ചിലുള്ളത് താരനും പേനും ഒക്കെ ഉള്ളവർക്കാണ് ഇത് കഴുകി കളയുമ്പോൾ ചൊറിച്ചിൽ വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ അത് മാറിക്കോളും, താരനൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് രണ്ടും കൂടി ഇങ്ങനെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ ഈ തിളപ്പിച്ച തേയില കേട്ടോ, തേയില വെള്ളം ഒഴിച്ച് കുറേശ്ശെ 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 ഒഴിച്ചിട്ട് നമ്മളത് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് തേയില വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാക്ക് എന്ന് പറയുന്നത് കേട്ടോ. എല്ലാവരും ചോദിച്ചു ഫസ്റ്റ് പാക്ക് എന്തൊക്കെയാണ്, അതിൻ്റെ ലിങ്ക് അയക്കാമോ എന്നപ്പം. പിന്നെ ഒരുപാട് കൂടുതൽ പേര് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് എന്നാൽ പിന്നെ ഇത് വീഡിയോ ആയിട്ട് ഇട്ടേക്കാം. അപ്പം എല്ലാവർക്കും ഗുണം ചെയ്യില്ല, പിന്നെ വീഡിയോ നോക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് നമുക്ക് തലയിൽ തേക്കാൻ പാകത്തിന് പേസ്റ്റ് ആക്കിയിട്ട് ഇരിക്കാം കേട്ടോ. ഇങ്ങനെ ഇളക്കി ഇളക്കി വരുമ്പോൾ എല്ലാം കൂടി മിക്സ് ആയിട്ട് പേസ്റ്റ് പോലെ വരും. ഇതിപ്പോ നമുക്ക് രാവിലെ വേണമെങ്കിൽ രാവിലെ കലക്കാം. ഇനി രാവിലെ സമയം കിട്ടാത്തവരുണ്ടല്ലോ, കാലത്ത് ഇതൊന്നും ചെയ്യാൻ നേരമില്ലാത്തവർക്ക് രാത്രി ഇതുപോലെ തയ്യാറാക്കി വെക്കാം കേട്ടോ. രാത്രി തയ്യാറാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഈ ഫസ്റ്റ് പാക്ക് തേച്ചിട്ട് കഴുകി കളയാം കേട്ടോ. കഴുകിക്കളഞ്ഞ് ചെറു ഈർപ്പ് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നമുക്ക് സെക്കൻഡ് പാക്കും ഉടനെ തന്നെ തേക്കാം. ഇനി അതുമല്ല ഒരു ദിവസം ഒരു പാക്കേ തേക്കാൻ പറ്റുള്ളൂ എന്നുള്ളവരാണെങ്കിൽ ഇത് ആദ്യം തേക്കാം, പിറ്റേ ദിവസം വേണമെങ്കിൽ നീലാമരി തേക്കാം കേട്ടോ. സെക്കൻഡ് പാക്ക് തേക്കാം. എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ആ ബ്രൗൺ കിട്ടിയാൽ മതി. ഫസ്റ്റ് പാക്കിൽ ബ്രൗൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നീലാമരി തേച്ചിട്ട് ബ്രൗൺ മുടിയെ നമുക്ക് ബ്ലാക്ക് ആക്കാൻ പറ്റും.
മിക്സ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ഫസ്റ്റ് പാക്ക്. എന്നിട്ട് ഇതിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുടിയിൽ എണ്ണമെഴുക്ക് കളയണം കേട്ടോ. ഉണ്ടോ, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് പാക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലത്തെ ബ്രഷ് കിട്ടും കേട്ടോ. എല്ലാവർക്കും മിക്കവർക്കും അറിയാൻ തോന്നുന്നു. ഒരിക്കൽ എന്നോട് ചോദിച്ചു ബ്രഷ് എവിടെ കിട്ടും എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇത് ലേഡി സ്റ്റോഴ്സിലൊക്കെ കിട്ടും കേട്ടോ. ഹെയർ ഡൈ ചെയ്യുന്ന ബ്രഷ് തരാൻ പറഞ്ഞാൽ അവർ തരും കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് സെൽഫായിട്ട് പരട്ടാൻ പറ്റും. കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മൾ മുടി ഇങ്ങനെ വകച്ചിലെടുത്ത് ഇതുപോലെ ലെയർ ആയിട്ട് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ കുറച്ചൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ എടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് പാക്ക് എന്ന് പറയുന്നത്. എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാം കേട്ടോ. എടുക്കാം. അത് കഴിഞ്ഞ് അടുത്ത ലെയർ എടുക്കാം. ബ്രഷിൻ്റെ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഇതുപോലെ ചുറ്റിനും നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് ഞാനിത് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്ലൈ ചെയ്തിട്ട് നമ്മൾ മുടി ഇങ്ങനെ കെട്ടി വയ്ക്കാം. പിന്നെയും കുറച്ചും കൂടി ആ കെട്ടിയ ഭാഗത്ത് ഇതുപോലെ പരട്ടി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതിയാകും കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ സമയമുള്ള പോലെ ഇത് ഏകദേശം ഇതൊന്നും ഉണങ്ങി വരും മുടിയിലേക്ക്. എന്നിട്ട് നമ്മൾ വെറും വെള്ളത്തിൽ കേട്ടോ, വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മൾ സോപ്പും ഷാമ്പും ഒന്നും ഉപയോഗിക്കണ്ട കേട്ടോ. തലേ ദിവസം എണ്ണമെഴുക്ക് കളയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. നമ്മൾ സോപ്പും ഷാമ്പും ഒന്നും ഉപയോഗിക്കാതെ ഇരിക്കുക. അതും ഇതുപോലെ കെമിക്കലായിട്ടുള്ളതാണ്, തലവേദന ഉണ്ടാക്കുന്നതാണ്, മുടി കൊഴിച്ചിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് മാത്രം മതി. ഇത് എന്നിട്ട് ഇത് വെറും വെള്ളത്തിൽ കഴുകിക്കളഞ്ഞ് ലേഡീസ് ആണെങ്കിൽ ഒരു കോട്ടൺ തുണി കൊണ്ട് ഒന്ന് കെട്ടി വയ്ക്കാം ഒരു 5-10 മിനിറ്റ് വരെ. എന്നിട്ട് വെള്ളം മുഴുവനും പോയി കഴിയുമ്പോൾ ചെറുതായിട്ട് ഈർപ്പുണ്ടെങ്കിലും കുഴപ്പമില്ല. ആ ഈർപ്പത്തോടു കൂടി വേണം നമ്മളുടെ സെക്കൻഡ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അന്ന് പറ്റിക്കുക അന്ന് തന്നെ ചെയ്യുക. അല്ല ഇനി രണ്ടും പറ്റാത്തവരാണെങ്കിൽ നെക്സ്റ്റ് ഡേ ചെയ്യാം. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ബ്ലാക്ക്, അതായത് ഫസ്റ്റ് ഈ ഒരിക്കലും ചെയ്യാത്തവർ കെമിക്കൽ ഡൈ ഉപയോഗിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അവരാകുമ്പോൾ ശരിക്കും ഒരു 60% നിങ്ങൾക്ക് ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 60% ബ്ലാക്ക് ആവും. അത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ഫസ്റ്റ് പാക്കും ചെയ്യുക, സെക്കൻഡ് പാക്കും ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇതേ പാക്ക് ചെയ്യുക, ഫസ്റ്റും സെക്കൻഡും. അപ്പോൾ ആദ്യത്തെ തവണ മാത്രം ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ 60% ആകും. സെക്കൻഡ് ടൈമിൽ 80% ആവും. പിന്നെ 100%ഉം കളർ കിട്ടും, നമുക്ക് ബ്ലാക്ക് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ആദ്യത്തെ ഒരു സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ 2 ആഴ്ച കൂടുമ്പോഴോ പിന്നെ 1 മാസം കൂടുമ്പോഴോ ഒക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ചിലവർക്ക് ബ്ലാക്ക് പോയിട്ട് നമ്മൾ ഇടയ്ക്ക് ചെയ്യുമ്പോൾ ബ്രൗൺ ഓൾറെഡി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെക്കൻഡ് പാക്ക് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ബ്രൗണിലെ സെക്കൻഡ് പാക്ക് ചെയ്യുമ്പോൾ ബ്ലാക്ക് ആവുമല്ലോ. അപ്പോൾ നിങ്ങൾ വീണ്ടും ഫസ്റ്റ് പാക്ക് ചെയ്യണമെന്നില്ല. അത് ഓരോരുത്തരുടെയും മുടിയുടെ ടെക്സ്ചർ അനുസരിച്ചിരിക്കും കേട്ടോ. ചിലവർക്ക് ബ്ലാക്ക് പോകുമ്പോൾ ബ്രൗൺ നിൽക്കും. അപ്പോൾ ആ ബ്രൗൺ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് പാക്ക് മാത്രം തേച്ചാൽ മതിയാകും. പിന്നെ 1 മാസം 2 മാസം കൂടുമ്പോൾ ഇതുപോലെ ഫസ്റ്റും സെക്കൻഡും ചെയ്യുക. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് മുടി ഈ പുതിയ മുടി വരണനുസരിച്ച് നമുക്ക് ഈ തലോട്ടിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതിയാവും കേട്ടോ. മുടിയിലൊന്നും ചെയ്യണമെന്നുണ്ടാവില്ല. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് അത്രയും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. മുടി കൊഴിച്ചിലുണ്ടാവില്ല. മുടി നന്നായിട്ട് കുഞ്ഞു മുടികൾ വളരും കേട്ടോ. പിന്നെ അത്രയും നല്ല ഗുണമാണ്. തലയ്ക്ക് നല്ല തണുപ്പമായിരിക്കും. യാതൊരുവിധ വിഷമങ്ങളൊന്നും സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആണിത് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അപ്പം അങ്ങനെ എല്ലാവരുടെയും മുടി ആയുർവേദ ഡൈ ഉപയോഗിച്ചിട്ട് കറുപ്പിക്കട്ടെ കേട്ടോ. അപ്പം
അങ്ങനെ കറുപ്പിക്കണം എന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂ കേട്ടോ എനിക്ക്. ഞാൻ എന്തായാലും മുടി കറുപ്പിച്ച് തരാം. ഇതേപോലെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് ക്ഷമ വേണം. പിന്നെ നമ്മൾ അത് ടൈം വേണം. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ചിലവർ ഈവനിങ് ടൈമിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈവനിങ് ടൈമിലും ചെയ്യാം. ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ ഇപ്പോൾ ചെയ്യാം കേട്ടോ. രാവിലെ തന്നെ ചെയ്യണമെന്നില്ല. ഇനി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ സൺഡേ ചെയ്യാം. അപ്പോൾ സൺഡേ ചെയ്യുമ്പോൾ രാവിലെ എടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സാറ്റർഡേ ഇത് പാക്ക് പോലെ ഇപ്പോൾ കലക്കിയ പോലെ കലക്കി വെക്കാം. എന്നിട്ട് പിറ്റേ ദിവസം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ സൗകര്യം അനുസരിച്ച് നമ്മൾ തന്നെ ഉണ്ടാക്കി ചെയ്യാം കേട്ടോ. നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യാം. നമ്മുടെ സമയം എപ്പോഴാണോ തേക്കേണ്ടത് നമ്മൾ ചെയ്യാം. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഉപയോഗിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബ്രൗൺ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാക്ക് മാത്രം ചെയ്താൽ മതിയാവും. പിന്നെ 2 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്താൽ മതിയാവും. ഇത് നമ്മൾ ഇതുപോലെ വേറെ ഒന്നും ചെയ്യരുത്. ഇതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. പലർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പലരും നമ്മളോട് പാക്ക് ആവശ്യപ്പെട്ടിട്ട് പാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കും. കാരണം നമ്മൾ തേക്കുന്നതിന് മുമ്പ് എണ്ണമെഴുക്കുണ്ടെങ്കിൽ മുടിയിൽ കളറ് പിടിച്ച് നിൽക്കാൻ പ്രയാസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് എണ്ണ തേക്കണ്ടെന്ന് പറയുന്നത്. നമ്മളിത് തേക്കുമ്പോൾ എണ്ണ വേണ്ട കേട്ടോ. ഓവറായിട്ടുള്ള എണ്ണ ഉണ്ടെങ്കിൽ അതൊന്ന് വാഷ് ചെയ്ത് കളയണതായിരിക്കും നല്ലത്. തലേ ദിവസം ഇതുപോലെ പൊടികളൊക്കെ ഇട്ടിട്ട് കഴുകി കളയാം കേട്ടോ. അപ്പം നമ്മൾ സോപ്പ് ഷാമ്പൂ ഒന്നും ഉപയോഗിക്കാത്ത കാരണം നമുക്ക് കൂടുതൽ ദിവസവും നമുക്ക് ഈ കളർ കിട്ടും കേട്ടോ. പിന്നെ മുടി വളരുന്നതനുസരിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ആഴ്ചയിലൊക്കെ ഇങ്ങനെ ചെയ്ത് വരുമ്പോണ്ടല്ലോ, നമുക്ക് ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതിയാവും. ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാൽ മതിയാവും. ചിലപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഈ ഫസ്റ്റ് പാക്ക് ഇല്ലാതെ തന്നെ സെക്കൻഡ് പാക്ക് മാത്രം ഇട്ട് നമുക്ക് ശരിയാവും. അങ്ങനെ അത് നമ്മൾ തേച്ച് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് നമ്മുടെ മുടിയുടെ ടെക്സ്ചർ, എങ്ങനെയൊക്കെയാണ് എത്ര ദിവസം നിൽക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ തേച്ച് വരുമ്പോൾ നമുക്കതൊരു പരിചയമാവും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാം. അപ്പം ഇതാണ് നാച്ചുറൽ ഹെയർ ഡൈ 1 കേട്ടോ. ഇനി ഇത് കൂടാതെ വേറെയുണ്ട് മുടി കറുപ്പിക്കാനുള്ള ഡൈ കേട്ടോ, ആയുർവേദ ഡൈ. അപ്പോൾ ഇതെല്ലാവരും ഇത് അപ്ലൈ ചെയ്യാം. മറ്റ് ഡൈയുമായിട്ട് വേറൊരു ദിവസം വരാം, പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളാണ് കേട്ടോ. നിങ്ങൾ ഇത് കലക്കി വെക്കുക, പിറ്റേ ദിവസം തേക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ചെയ്യാൻ പറ്റും കേട്ടോ. ജോലി ചെയ്തിട്ട് പോകാൻ നേരത്ത് വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും കേട്ടോ. വൈകുന്നേരമുള്ള സമയമെങ്കിൽ വൈകുന്നേരം ചെയ്യാം. അപ്പോൾ എല്ലാവരും മുടി ഇതുപോലെ ബ്ലാക്ക് ആക്കി വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഹെയർ ഡൈ മറ്റേ കെമിക്കലായിട്ടുള്ള ഡൈ ഉപേക്ഷിക്കാം കേട്ടോ. ഇന്നല്ലെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് അത് പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ തേക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേകതയും തോന്നില്ലായിരിക്കാം കെമിക്കൽ ഡൈ ഉപയോഗിക്കുമ്പോൾ. പക്ഷെ പിന്നീടായിരിക്കും കേട്ടോ അതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നത് മൂലമുള്ള പ്രോബ്ലംസ് ഒക്കെ. അപ്പോൾ അവരൊക്കെ ഇത് ഉപയോഗിച്ചു തുടങ്ങി, ആയുർവേദ ഡൈ ഉപയോഗിച്ചു തുടങ്ങി. ഒരുവിധ ആൾക്കാരെല്ലാം ഇത് ഉപയോഗിച്ച് തുടങ്ങി. അപ്പം നമുക്ക് സെൽഫായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. നെല്ലിക്കപ്പൊടി, മൈലാഞ്ചിപ്പൊടി ഏത് ആയുർവേദ ഷോപ്പിലും കിട്ടും കേട്ടോ. ചില സൂപ്പർ മാർക്കറ്റിൽ പോലും കിട്ടും. പിന്നെ നീലാംബരിയും കിട്ടും. പിന്നെ ആമസോണിൽ നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണെന്നേ ഉള്ളൂ. അല്ലാത്തവർ ഇതുപോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന നീലാംബരി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതെല്ലാം ഉപയോഗിക്കുക. ഒക്കെ നിങ്ങൾക്ക് എല്ലാം ഭംഗിയായി വരട്ടെ കേട്ടോ. റിസൾട്ടൊക്കെ പറയാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ ലിങ്ക് ചോദിച്ചവരൊക്കെ ഇതൊന്ന് കണ്ടോളൂ കേട്ടോ. വീഡിയോ ഞാൻ വീണ്ടും ഇടുന്നത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട്, പുതിയ ആൾക്കാരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് കേട്ടോ. ചിലവർക്ക് ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചു, അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് പാക്ക് തേച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ സെക്കൻഡ് പാക്ക് ഇത് തേച്ച് കഴിഞ്ഞ് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഇതുപോലെ നീലാംബരി പച്ചവെള്ളത്തിൽ എടുത്താൽ മതി കേട്ടോ. നീലാംബരി ഇപ്പോൾ ഞാൻ ഇട്ട പോലെ നീലാംബരി എടുക്കുക, എന്നിട്ട് അതിൽ പച്ചവെള്ളം കലക്കാം. പച്ചവെള്ളം കലക്കിയിട്ട് പേസ്റ്റ് ആക്കിയിട്ട് തലയിട്ട് തേച്ച് പിടിപ്പിക്കുക. അതും ഇതുപോലെ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും ഗ്ലൗസ് ഉപയോഗിക്കാം കേട്ടോ. അല്ലെങ്കിൽ വിരലൊക്കെ കറുത്തിരിക്കും, മുടി കറക്കണ പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. അപ്പോൾ എല്ലാവരും
വളരെ സന്തോഷത്തോടു കൂടി ഇത് സ്വീകരിച്ചോളൂ കേട്ടോ. എല്ലാവർക്കും നല്ലത് വരട്ടെ. അടുത്ത ടിപ്പുമായിട്ട് നാളെ കാണാം.